ശ്രീ ജോസഫ് ആന്റണി, താൻ തുടങ്ങിയത് അവസാനിപ്പിക്കാൻ കഴിയാതെ ഒരു ചുഴിയിൽ പെട്ടിരിക്കുകയാണോ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ കാണിച്ച വീഡിയോയും അതിനു മുൻപ് നമ്മൾ കേട്ട ശബ്ദവുമൊക്കെ ഒരു വളരെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറിൻ്റെ വാക്കുകളാണ് നമുക്കെല്ലാവർക്കും അറിയാം. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. ആ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നതിൻ്റെ കാരണം പോൾ കെനഡി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ചരിത്രകാരൻ ഈ റൈസ് ആൻഡ് ഫാൾ ഓഫ് ഗ്രേറ്റ് പവേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 1500 തൊട്ടുള്ള രാജ്യങ്ങളുടെ എംപയറുകളുടെ തകർച്ചയെക്കുറിച്ചാണ്, ഉയർച്ചയും തകർച്ചയെക്കുറിച്ചാണ് അതിന് പറയുന്നത്. അതിനകത്ത് അദ്ദേഹം അവസാനം പറയുന്നത്, അതായത് പിന്നെ സ്പെയിൻ്റെയും പിന്നെ ഹാബ്സ്ബർഗിൻ്റെയും ജർമ്മനിയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ തകർച്ച എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അമേരിക്കയും അത് കണക്ക് തകരുമെന്ന് പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ ഫോർവർ വാഴ്സ്, നിരന്തരമായി മറ്റുള്ള രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യുന്നത്. മറ്റൊന്ന്, അവരുടെ ഇക്കണോമിക് പോളിസീസ്, അത് അവരുടെ ഇക്കണോമിക് അവസ്ഥ, ഇക്കണോമിക് കണ്ടീഷൻസ് മനസ്സിലാക്കാതെ അവർ പോയി യുദ്ധങ്ങളിൽ ചേരുന്നത് കൊണ്ടാണ് ഈ രാജ്യങ്ങൾ തകർന്നത്. അതുപോലെ തന്നെ അമേരിക്കയും തകരും എന്ന് പ്രഡിക്റ്റ് ചെയ്തു പോൾ കെനഡി. അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം അത് എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി വാസ്തവത്തിൽ ട്രംപ് മനസ്സിലാക്കിയത് കൊണ്ടാണ് 2024 ഇലക്ഷനിൽ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ ഫോർവർ വാഴ്സ് വേണ്ട, നിരന്തരമായ യുദ്ധങ്ങൾ വേണ്ട, നമുക്ക് അമേരിക്കയെ വീണ്ടും വി വാണ്ട് ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഗ്രേറ്റ്നെസ് തീർന്നു, അതുകൊണ്ട് വീണ്ടും ആ ഗ്രേറ്റ്നെസ്സിലേക്ക് നമുക്ക് അമേരിക്കയെ കൊണ്ടുവരണം. അതുകൊണ്ട് ഞാൻ ഇനി യാതൊരു വിധത്തിലുള്ള യുദ്ധങ്ങൾക്കും പോകില്ല, ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിന് മുമ്പത്തെ തവണ അധികാരത്തിലിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നയങ്ങളെ എതിർത്ത ജനങ്ങൾ ഉൾപ്പെടെ, നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണഗതിയിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് ഇന്ത്യക്കാർ വോട്ട് ചെയ്യുന്നത്. ഇന്ത്യക്കാർ പിന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു, പിന്നെ റിപ്പബ്ലിക്കൻസിന് പുറമെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആൾക്കാർ വോട്ട് ചെയ്തു, ലാറ്റിനോസ് വോട്ട് ചെയ്തു, ആഫ്രിക്കൻസ് വോട്ട് ചെയ്തു, അറബികൾ പോലും. അതായത് ഈ പിന്നെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ബൈഡൻ എടുത്ത തീരുമാനത്തിനോട് വിയോജിപ്പുണ്ടായിരുന്ന അറബി വംശജർ പോലും പിന്നെ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇദ്ദേഹം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അങ്ങനെ വിജയിച്ച് വളരെ പ്രതീക്ഷയോട് കൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഇനി മെച്ചപ്പെടും, നമ്മുടെ രാജ്യം ഇനി ഫോർവർ വാഴ്സിന് പോകില്ല എന്ന തരത്തിൽ വാഗ്ദാനം നൽകി വന്ന ട്രംപ് 2025 തന്നെ 7 രാജ്യങ്ങളെ ആക്രമിച്ചു. 2025 ജൂൺ മാസം ഇറാനെ ആക്രമിച്ചു. 12 ദിന യുദ്ധത്തിൽ അവസാനം പങ്കെടുത്തതുകൊണ്ടാണ്. അങ്ങനെ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞെന്താണ്? അദ്ദേഹം പറഞ്ഞു, വി ഹാവ് കംപ്ലീറ്റ്ലി ഓബ്ലിറ്ററേറ്റഡ് ദ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഓഫ് ഇറാൻ എന്ന് പറഞ്ഞു. ഈ ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി സമ്പൂർണ്ണമായും തുടച്ചു നീക്കിയെന്നാണ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിന്നെ പീറ്റ് ഹെക്സത്ത് പറഞ്ഞു, വിദേശകാര്യ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞു, സേനാ നായകൻ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെന്തിനാ ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം 28-ാം തീയതി ഈ ഇറാനെ ആക്രമിക്കാൻ പോയെന്നുള്ള വേറെ കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നമ്മൾക്ക് എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രംപിൻ്റെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ട്രംപ് ഇപ്പോൾ പറയുന്നത് മാറ്റി പറയും. അതായത് എന്താണോ അദ്ദേഹം ചെയ്യുന്നത് അത് കണ്ടിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ. ഇവിടെ അദ്ദേഹത്തിന് സംഭവിച്ചെന്താണ്? ഫോർവർ വാറിന് പോകില്ല എന്ന് പറഞ്ഞ ട്രംപ് 2026 ഫെബ്രുവരി മാസം ഇറാനും അമേരിക്കയും തമ്മിൽ ഈ ന്യൂക്ലിയർ വിഷയത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽബുസൈദി 26-ാം തീയതി ഈ ചർച്ചകൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞു, ഇറാൻ 3 കാര്യങ്ങളിൽ സമ്മതിച്ചിരിക്കുന്നു. ഒന്ന്, ഞങ്ങൾക്ക് ആണവായുധ പദ്ധതി ഇല്ല. മറ്റൊന്ന്, ഞങ്ങൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങൾ താഴേക്ക് കൊണ്ടുവരും. ഏറ്റവും പ്രധാനപ്പെട്ട 3, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരെ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്കായിട്ട് ഞങ്ങൾ വിളിക്കും, ഞങ്ങൾ അനുവദിക്കും. ഈ 3 കാര്യങ്ങൾ ഉടൻ തന്നെ മാർക്കോ റൂബിയോ എന്ന് പറയുന്ന അമേരിക്കയുടെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി അദ്ദേഹം അറിയിച്ചു. എന്ന് മാത്രമല്ല 27-ാം തീയതി പത്രങ്ങളിലൂടെ ലോകത്തോടായിട്ട് വിളിച്ചു പറഞ്ഞു. ഇത്രയും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ആ സമയത്ത് ഹോർമുസ് കടലിടുക്ക് തുറന്നു കിടക്കുകയാണ്, അവിടെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് ഇത്രയും നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹം പിന്നെ എന്താണ്, നമുക്കറിയാം, ഇറാൻ അമേരിക്ക ആക്രമിച്ചില്ല, ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ഇറാനെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് എല്ലാ ഇന്റർനാഷണൽ ലോയെയും കാറ്റ് പറത്തിക്കൊണ്ട് ആക്രമിച്ചത്. അങ്ങനെ ആക്രമിച്ചപ്പോൾ അവർ വിചാരിച്ചെന്താണ്, 4 ആഴ്ച കൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ നിലം പരിശാക്കി അവിടുത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കി ഞങ്ങളുടെ പാവ ഭരണകൂടത്തെ ഞങ്ങൾ പ്രതിഷ്ഠിക്കും. ഇപ്പം 4 മാസം കഴിഞ്ഞു, 4ാമത്തെ മാസത്തിലേക്ക് നമ്മൾ യുദ്ധം പ്രവേശിച്ചു. 4 ആഴ്ച കൊണ്ട് എല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞ ട്രംപ്, അതിൽ നിന്ന് വിജയം നേടാമെന്ന് വിചാരിച്ചിരുന്ന ട്രംപ് 4ാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ ഈ പുറത്ത് കടക്കണം എന്നറിയാൻ വയ്യാതെ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം.
അമേരിക്കയും ഇസ്രായേലും സൈനികമായ യുദ്ധം ആരംഭിച്ചു. ഇറാൻ തിരിച്ച് സാമ്പത്തികമായ യുദ്ധം, ഈ ഹോർമുസ് കടലിൽ അടച്ചുകൊണ്ട് സാമ്പത്തികമായ യുദ്ധം തുറന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ജിയോ പൊളിറ്റിക്സിനേക്കാൾ പ്രധാനം ജിയോ ഇക്കണോമിക്സ് ആണ്. ആദികേശൻ സാറിനൊക്കെ അത് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ സാമ്പത്തികമായ ആയുധം ലോകത്തിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ഇറാന് വഴിവെച്ചു കൊടുത്തത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനികമായ ആക്രമണമാണ്. ആ രാജ്യത്തെ സംബന്ധിച്ച് വേറൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് അവരതിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കൻ പൗരന്മാരുൾപ്പെടെ അമേരിക്കയിൽ $1.5 ഒരു ഗാലൻ ഗ്യാസോലിൻ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ $5 ചെലവഴിക്കേണ്ടി വരുന്നു. അമേരിക്കക്കാരുടെ വരുമാനം വർദ്ധിക്കുന്നില്ല, ജീവിത ചെലവ് ഭീകരമായി വർദ്ധിക്കുന്നു. അതുകൊണ്ട് ട്രംപിനെതിരായിട്ടുള്ള അതിശക്തമായ ജനരോഷം അമേരിക്കയിൽ വർദ്ധിക്കുന്നുണ്ട്. നവംബർ മാസം മിഡ് ടേം ഇലക്ഷൻ നടക്കാൻ പോകുന്നു. നവംബർ മാസം മിഡ് ടേം ഇലക്ഷനിൽ തീർച്ചയായിട്ടും പിന്നെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും സെനറ്റിലും ഈ ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് ഭൂരിപക്ഷം കിട്ടും. അങ്ങനെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷമുള്ള 2 വർഷം അമേരിക്കൻ പ്രസിഡന്റ് ലെയിം ഡക്ക് പ്രസിഡന്റ്, അതായത് വലിയ അധികാരങ്ങളൊന്നും ഇല്ലാതെ പ്രയോഗിക്കാൻ കഴിയാത്തുള്ള പ്രസിഡന്റായിട്ട് മാറും. എന്ന് മാത്രമല്ല, ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് വൻപിച്ച ഭൂരിപക്ഷം കിട്ടിയാൽ ഇദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ വരെ തുടങ്ങും. അപ്പോൾ ആ തരത്തിൽ വളരെയധികം സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധി ട്രംപ് നേരിടുന്നതോടൊപ്പം അമേരിക്കയും ലോകത്തെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇനി എങ്ങനെ കരകയറും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ ഒരു യുദ്ധം ഇറാനും ഇസ്രായേലും നമ്മൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഭാഗ്യത്തിന് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് തൽക്കാലത്തേക്ക് യുദ്ധം നിർത്തി വെച്ചിട്ടുണ്ട് എന്നാണ്. അത് വർദ്ധിക്കാതെ എത്രയും പെട്ടെന്ന് ശാശ്വത സമാധാനത്തിലേക്ക് ഇത് കൊണ്ടുപോയാൽ ലോകത്തിനും അമേരിക്കയ്ക്കും നല്ലത്.